അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل رب زدني علما صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ശൈഖുന കാജൂർ തങ്ങൾ ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാർ, നേതൃത്വമായ മുംതാസ് അലി സാഹിബ്, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി ഭാരവാഹികൾ, വേദിയിലും സ്റ്റേജിലുമുള്ള നേതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ വലിയൊരു ദർസ് കാഴ്ചവെക്കാൻ നമ്മുടെ നവാസ് സഖാഫി ഉസ്താദിന് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ തുടങ്ങുന്ന സമയത്തിൽ ഈ നിലക്കൊരു പള്ളി ഉണ്ടായിരുന്നില്ല, മദ്രസ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടത്തെ നാട്ടുകാരെ സഹകരണങ്ങൾ കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ വിപുലമായ നിലക്കുള്ള പള്ളിയും എല്ലാ സൗകര്യങ്ങളും അൽഹംദുലില്ലാഹ് ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന കാജൂർ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ 5 കമ്പ്യൂട്ടർ ഉദ്ഘാടനം ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടുകാര് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടാൻ വേറൊരു കാര്യം ആവശ്യമില്ല. അത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്രയും സഹകരിക്കുന്ന നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ വീട്ടുകാരോട്, എല്ലാവരോടും വലിയ ആദരവും ബഹുമാനവും കൽപ്പിച്ച് ഈ ഇൽമാകുന്ന മേഖലയിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ നിലനിൽക്കും എന്ന ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിലപ്പോൾ പഠിക്കുന്ന സമയത്തിൽ ചിലപ്പോ ഇൽമല്ല ചിലപ്പോ കിട്ടിക്കൊള്ളത്തില്ല, 1-2 വർഷത്തിൽ ചിലപ്പോ അതൊരു തലക്ക് കയറിക്കൊള്ളത്തില്ല. അപ്പൊ വിട്ടിട്ട് നാട് വിട്ടിട്ട് പോകലല്ല. ഉസ്താദുമാർ പറയുന്നത് പോലെ അധ്വാനിച്ച് നാം മുന്നോട്ട് പോയാൽ ഈ നിലക്ക് നമുക്ക് വളരാൻ കഴിയും. അതിനൊരു കാരണം തന്നെ നവാസ് സഖാഫി ഉസ്താദ് തന്നെയാണ്. അദ്ദേഹം അരിയെടുക്കയിൽ ഓതുന്ന സമയത്തിൽ കഷ്ടപ്പാടോടുകൂടെ 7ാം ക്ലാസ് സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ നടന്നും കൊണ്ടുപോയി അവിടെ നിന്ന് വന്ന് വൈകുന്നേരം ഉള്ള ബുദ്ധിയിൽ നേരത്തെ തന്നെ ഉച്ചക്ക് അതിനെ എടുത്തു വെച്ച് നവാസ് സഖാഫി ഉസ്താദ് കഴിക്കുകയാണ്. ചെറിയ കുട്ടിയായിരുന്നു. അൽഹംദുലില്ലാഹ്, അങ്ങനെ അവിടെ 2 വർഷം പഠിച്ചു. പിന്നെ സൂര്യൻ ജയിലിൽ പഠിച്ചു. അൽഹംദുലില്ലാഹ്, പിന്നെ സിറാജുൽ ഹുദയിലേക്കും പോയി. അങ്ങനെ നോക്കി എല്ലാ മേഖലയിലും അദ്ദേഹം പഠിച്ചു. പഠനത്തിന്റെ വിഷയത്തിൽ അന്ന് മുതൽക്ക് തന്നെ വലിയ വിഷയമാണ്. അതോടുകൂടെ ഇപ്പോൾ ദർസ് തദ്രീസിന്റെ വിഷയത്തിൽ നല്ല നിലക്ക് വളർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, 4 കുട്ടികൾ കോളേജിലേക്ക് പോവുകയാണ്. നിങ്ങൾ വിഷയം മനസ്സിലാക്കണം. കോളേജിലേക്ക് പോകുന്ന പറഞ്ഞാൽ സാധാരണ കോളേജ് പോലെയല്ല. നല്ല നിലക്ക് എല്ലാ കിതാബും എല്ലാ ഫന്നും ഓതിക്കൊടുത്ത്, സുബ്ഹാനല്ലാഹ്, പല ആളുകളും തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ് ചിലപ്പോ ഫീലും വായിൽ അറിയല, ജാറ് മർഫുആയിരിക്കും വായിക്കുന്നത്. അതൊന്നും ഇല്ലാതെ നല്ല നിലക്ക് പഠനം. അതോടുകൂടെ നവാസ് സഖാഫിന്റെ ഒരു സ്വഭാവം ഞാൻ പറയാൻ നാട്ടുകാരോട്, എന്താണ്, അദ്ദേഹം പഠിച്ചതായ ഉസ്താദുമാരെ വളരെ, എന്നല്ല എല്ലാ ഉസ്താദുമാരോട് ബഹുമാനാണ്. മൂടടുക്കയിൽ ഈ വർഷവും 4 കുട്ടികൾ ഒരാഴ്ച വന്ന് ഒരു 10 ദിവസം വന്നിട്ട് അവിടെ പഠനത്തിന് ഇരിക്കുകയാണ്.
ഞാൻ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം നജീബ് നമ്മളെ മർക്കസിലുണ്ട്, അയാൾ വന്നിരുന്നു 1 ആഴ്ച 2 ആഴ്ച. അതൊരു വലിയൊരു മഹത്താണ്. അതുകൊണ്ടാണ് ഇത്രയും വളർച്ച എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരൊറ്റ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയില്ലേ മുതഅല്ലിമീങ്ങളെ, ചെറിയ മുതഅല്ലിമായി പഠിക്കുന്ന അഹമ്മദ് ബിൻ ഇസ്മായിൽ താലിഖാനി എന്ന് പറയുന്ന ഒരു മഹാൻ, ചെറിയ മുതഅല്ലിമാണ്. ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ വെച്ചും കൊണ്ട് ഇൽമു പഠിക്കുകയാണ്. വലിയ മഹാനായിരിക്കുന്ന മുഹമ്മദ് ബിൻ യഹ്യ എന്ന് പറയുന്ന വലിയ മഹാൻ, ആ മഹാന്റെ ദർസിൽ താലിഖാനി എന്ന് പറയുന്ന മുതഅല്ലിം അവിടെ ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇൽമു പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തിൽ നിങ്ങൾ നോക്കണം, മുഹമ്മദ് ബിൻ യഹ്യ എന്ന് പറയുന്ന ഉസ്താദിന്റെ ഒരു സ്വഭാവമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിനവും അതാ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഈ മുതഅല്ലിമീങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരാഴ്ചയിൽ എത്ര ഹിഫ്ളായിട്ടുണ്ട്, എത്ര ഇൽമു പറഞ്ഞ്, എത്ര ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പരിശോധിക്കാനുണ്ടായിരുന്നു മുഹമ്മദ് ബിൻ യഹ്യ എന്ന് പറയുന്ന പണ്ഡിതൻ. പക്ഷേ പഠിച്ച ആളുകൾക്ക് വലിയ സമ്മാനം മഹാനായ ഉസ്താദ് കൊടുക്കുന്നു. പഠിക്കാത്തവരെ തൽക്കാലം അതാ ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെ സ്വഭാവമാണ്. നോക്കുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ്, താലിഖാനി എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി മനസ്സ് പേടിക്കുകയാണ്. കാരണം പഠനത്തിന്റെ വിഷയത്തിൽ വളരെ പിന്നോട്ടാണ്. തീരെ പറഞ്ഞാൽ തിരിയുന്നില്ല, ബുദ്ധി വളരെ കുറവാണ്. പക്ഷേ അള്ളാഹുവിന്റെ വജിഹാകുന്ന, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കാൻ വേണ്ടി വളരെ പരിശ്രമിച്ച അഹമ്മദ് ബിൻ താലിഖാനി എന്ന് പറയുന്ന മഹാൻ, സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം വന്നു. ഉസ്താദ് എല്ലാവരും പരിശോധിച്ചപ്പോൾ അതാ സുബ്ഹാനല്ലാഹ്, താലിഖാനി എന്ന് പറയുന്ന മുതഅല്ലിമിനെ പരീക്ഷിച്ചപ്പോൾ വവജദഹു മുഖസ്സിറാ, വളരെ പിന്നോട്ടായിട്ടാണ്, ഇൽമിൽ വളരെ പിന്നോട്ടാണ്. പിന്നോട്ടായ വിദ്യാർത്ഥികളെ പുറപ്പെടുവിക്കും, അതാ സദസ്സിൽ ഇരിക്കാൻ വിടൂല. അഖ്റജഹു യഹ്യ, മുഹമ്മദ് ബിൻ യഹ്യ എന്ന് പറയുന്ന പണ്ഡിതൻ അതാ പുറത്തേക്ക് അതാ തള്ളി. നീ പുറത്തേക്ക് പോകുന്ന രാത്രി സമയമാണ്. നിങ്ങൾ നോക്കണം, മുതഅല്ലിമുകൾ മനസ്സിലാക്കണം, രാത്രി സമയമാണ്. എവിടേക്ക് പോകാ, നീ പോയിക്കോ എന്ന് പറഞ്ഞ് പുറത്താക്കി. പക്ഷെ പുറത്താക്കി താലിഖാനി എന്ന് പറയുന്ന വിദ്യാർത്ഥി നിങ്ങൾ നോക്കണം, നല്ല ക്ഷമയോടുകൂടെ പുറത്തു പോയെങ്കിലും നാട്ടിലെ പോയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ അവസ്ഥയല്ല. സാധാരണഗതിയിൽ പോന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ശരിയായെങ്കിൽ കെട്ടി പോന്നെ. അള്ളാഹു സലാമത്തിലാക്കട്ടെ. എല്ലാവരും ആമീൻ പറയണം. അള്ളാഹു സലാമത്തിലാക്കട്ടെ. ചെറിയൊരു വിഷയം വന്നാൽ ഉസ്താദ് പോകാൻ പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു മനസ്സ് വേദനിച്ചാൽ പെട്ടി കെട്ടി പോവാന്നെ. അങ്ങനല്ല, താലിഖാനി എന്ന് പറയുന്ന വിദ്യാർത്ഥി എന്താ ചെയ്തത്? രാത്രി സമയമാണ്, ഞാൻ എവിടേക്ക് പോകണമെന്നറിയുന്നില്ല. എന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ യഹ്യ എന്ന് പറയുന്ന ഉസ്താദ് എന്നെ ക്ലാസ്സിൽ ഇരുത്താതെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിലും ഞാനതാ എന്റെ വീട്ടിലേക്ക് പോകൂല എന്ന് പറഞ്ഞും കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് അതാ ഒരു ബാത്റൂമിന്റെ സൈഡിൽ താലിഖാനി എന്ന് പറയുന്ന വിദ്യാർത്ഥി കടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, വിഷമത്തോടുകൂടെ കടന്നുറങ്ങുന്ന സമയത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. ആര് കാണുന്നു? താലിഖാനി എന്ന് പറയുന്ന മുതഅല്ലിം കാണുകയാണ്. ആ മുതഅല്ലിമിനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഓ മുതഅല്ലിമേ, താലിഖാനി എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇൽമു വളരെ കുറവല്ലേ, അതാ പെട്ടെന്ന് ബുദ്ധി കുറഞ്ഞു പോയതല്ലേ, ഉസ്താദ് പുറപ്പെടുവിക്കാൻ കാരണം, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ വായ തുറക്കാൻ വേണ്ടി പറയുന്നു. താലിഖാനി എന്ന് പറയുന്ന മുതഅല്ലിമിനോട് വായ തുറക്കാൻ വേണ്ടി പറയുന്നു. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 പ്രാവശ്യം അതാ വായയിൽ തുപ്പിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഹബീബായ മുത്തുനബി തങ്ങൾ സ്വപ്നത്തിലൂടെ കൽപ്പിക്കുകയാണ്, വഅമറഹു ബിൽ ഔദി ഇലൽ മദ്റസ, ഉസ്താദിന്റെ മദ്രസയിലേക്ക്, ദർസിലേക്ക് ഒന്ന് മടങ്ങുമോനെ, ഒരു പേടിയും പേടിക്കണ്ട. പിന്നീട്
പിന്നീട് ത്വാലിഖാൻ എന്ന് പറയുന്ന മുതഅല്ലിം ഉസ്താദിന്റെ സമീപത്ത് ഇരുന്നപ്പോൾ നേരത്തെ ഇരുന്ന പോലെയല്ല, നേരത്തെയുള്ള മുതഅല്ലിമല്ല, എല്ലാം ഹിഫ്ളാക്കാൻ വലിയ കഴിവ് കിട്ടിപ്പോയി, വലിയ ബുദ്ധിശക്തി കിട്ടിയില്ലേ. അപ്പൊ ഉസ്താദുമാരോട് അദബും ഗുരുത്വവും കാണിച്ചാൽ അല്ല കൊടുക്കുന്നതിന് കയ്യും കണക്കുമില്ല. സുബ്ഹാനല്ലാഹ്, ഈ മുതഅല്ലിമീങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. ഇവിടത്തെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് കാജൂർ തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടിലെ ആണ് പെണ്ണ് ചെറുത് വലുത് സുബ്ഹാനല്ലാഹ് മുതഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ പോറ്റി വളർത്തുകയാണ്, അവർക്കെല്ലാ ഒത്താശകൾ ചെയ്യുകയാണ്. അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. ശഅബാനിന്റെ അവസാന സമയം, റമളാനുൽ ശരീഫിനെ കാത്തിരിക്കുന്ന സമയമാണ്. എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ് റജബിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു, ശഅബാനിലുമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നലെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട അതാ കങ്കനാട് ഇസ്മായിൽ ഉസ്താദ്, അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ. റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും എത്ര ആളുകളാണ് വഫാത്തായി പോയത് അറിയില്ലേ. ബഹുമാനപ്പെട്ട സാദാത്തങ്ങൾ കർവേൽ ആ തങ്ങൾ ഉസ്താദ് വഫാത്തായി, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. റജബ് 8 എന്റെ വന്യ പിതാവ് അതാ മരണപ്പെട്ടു പോയി, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് ദുആ നടത്താം. അല്ലാഹുവിനോട് ദുആ ഇറക്കുന്ന സമയത്തിൽ വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ റമളാനുൽ ശരീഫിലേക്ക് എത്തിച്ചു തരണമെന്ന് ദുആ ഇറക്കുമ്പോ ആ റമളാനുൽ ശരീഫ് മുമ്പിൽ വരികയാണ്. അതാ തീരുമാനം എടുക്കണം. സുബ്ഹാനല്ലാഹ്, റമളാൻ ഇന്ന് വന്നു പോയല്ലോ എന്ന് വിഷമമല്ല. സുബ്ഹാനല്ലാഹ്, എപ്പോഴാണ് എനിക്ക് റമളാൻ കിട്ടുന്നത്? ആ റമളാനിനെ ഓർത്ത് ഓർത്ത് എനിക്ക് റമളാനുൽ ശരീഫ് കിട്ടണം, നോമ്പനുഷ്ഠിക്കണം, ഖുർആൻ ഓതണം. ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ചുരുങ്ങിയത് ഒരു 3 ഖത്തം ഈ റമളാനുൽ ശരീഫിൽ ഞാൻ ഖത്തം തീർക്കുമെന്ന് തീരുമാനമെടുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിൽ നോമ്പ് പിടിക്കുന്ന സമയത്തിൽ വെറും ദാഹം മാത്രമല്ല, വിശപ്പ് മാത്രമല്ല, നാം ഇതാ കണ്ണിനും കാതിനും ഓരോ അവയവത്തിനും നോമ്പാണ് കൊടുക്കേണ്ടതെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കമ്മിൻ സായിമിൻ ലൈസ മിൻ സായിമിഹി ഇല്ല കമ്മിൻ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹു ഖാല റസൂലുള്ളാഹി. എത്ര നോമ്പുകാരാണ്, അവർക്കുള്ള നോമ്പിൽ സുബ്ഹാനല്ലാഹ് ദാഹമല്ലാത്ത മറ്റൊന്നുമില്ല, അതുപോലെ വിശപ്പല്ലാത്ത മറ്റൊന്നുമില്ല. കാരണം ഗീബത്തും നമീമത്തും കള്ളത്തരം പറഞ്ഞും കൊണ്ട് നമ്മുടെ നോമ്പിനെ ബാത്തിലാക്കുന്ന സമയത്തിൽ അതാ തീരുമാനമെടുക്കണം. ഞാനിതാ നോമ്പ് നോക്കുമെന്ന തീരുമാനം നമുക്ക് വേണം, അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി കൊണ്ട്. നിങ്ങൾക്കറിയില്ലേ ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ എപ്പോഴും നോമ്പ് നോക്കുന്ന മഹദിയായിരുന്നു. വഫാത്തിന്റെ സമയം സുബ്ഹാനല്ലാഹ് ഡോക്ടർമാർ വരികയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് പറയുകയാണ് നോമ്പ് മുറിക്കണമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല ഇല്ല, 30 വർഷമായി ഞാൻ എൻ്റെ യജമാനനായ റബ്ബിനോട് ദുആ ഇറക്കുന്നത്, അല്ലാഹുമ്മ അമിത്തിനി സായിമാ, അല്ലാഹുമ്മ അമിത്തിനി സായിമാ, നോമ്പുകാരായി എന്നെ മരിപ്പിക്കണമെന്ന് റബ്ബിനോട് ദുആ ഇറക്കുന്നത് 30 വർഷം ഞാൻ ദുആ ഇറന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ആഫിയത്ത്, നമുക്ക് ചെയ്ത ആരോഗ്യങ്ങൾ ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കണം. എപ്പോഴാണ് നമ്മുടെ മരണമെന്നറിയില്ല. ഈ നാട്ടിലുണ്ടായ എത്രയോ ആളുകൾ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും ഒരു 5-10 വർഷമുണ്ടായ ആളുകൾ ഇന്ന് 6 അടി മണ്ണിലാണ്. നാമും മരിച്ചു പോകേണ്ടവരാണെന്ന ചിന്തയോടുകൂടെ നല്ല അചഞ്ചലമായ ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ ജീവിച്ചും കൊണ്ട് ഈ ഇതുപോലത്തെ ദർസിന് വേണ്ടി സഹായിച്ചും കൊണ്ട് സഹകരിച്ചും കൊണ്ട് നാം അതാ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ നാട്ടുകാരോട് വലിയ നന്ദി ഞാൻ ഏർപ്പെടുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി നാട്ടുകാരോട് പറയാണ്. എന്തൊരു സൗന്ദര്യമാണ്
സുബ്ഹാനല്ലാഹ്. പള്ളിന്റെ മേലൊക്കെ ഞാൻ നോക്കി, എന്തോ ഒരു റാഹത്തുള്ള സംഭവമാണ്. ഇൻഷാ അല്ലാഹ് മുതഅല്ലിമീങ്ങൾ 4 പോകുമ്പോൾ 40 പേര് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്റെ ഞാൻ ഒരു 10 എണ്ണം ഞാൻ കൊടുക്കും. നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 10 മുതഅല്ലിമീങ്ങൾ ഞാൻ കൊടുക്കും. കാരണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടയുടെ എല്ലാ കാരണം വലിയ കോളേജ് ആക്കണ ആചാരം ഈ കാരണം തരാം. ഇന്ന് മംഗലാപുരത്ത് തന്നെ ദർസിന്റെ ഈ കൃഷ്ണാപുരം 3-ാം ബ്ലോക്ക് ദർസിന്റെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളാണ്. ഞാനിതെന്റെ ശിഷ്യനായതുകൊണ്ട് പറയുന്നല്ല, ഭയങ്കര ചർച്ചയാണ്. കാരണം എന്തേ, നല്ലൊരു ദർസ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ തവാലു ചെയ്താൽ, തവാലുവോടുകൂടെ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ വലിയ അഭിമാനമാണ്. വലിയ കോളേജുകളും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, എന്റെ മകനെ ഇവിടെ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ശരിയ മോൻ, എന്റെ മകനെ ഇൻഷാ അല്ലാഹ് ഇവിടെ ദുസ്ഥാനത്ത് തന്നെ ഞാൻ ഏൽപ്പിക്കണം. 8ാം ക്ലാസ് സ്കൂളും അതുപോലെ ഇപ്പോൾ 10-12 ജുസായിട്ടുണ്ട്. കിതാബ് എല്ലാം ഇതാക്കാൻ വേണ്ടി ഞാൻ അത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയാണ്. ഞാൻ ഏൽപ്പിക്കണമെങ്കിൽ അങ്ങനെയല്ലേ, അപ്പൊ എത്ര അങ്ങനല്ലേ നിങ്ങളെ. അപ്പൊ ആ സന്തോഷം നിങ്ങളോട് പറയാം. അപ്പൊ ഈ നാട്ടുകാരോട് വലിയൊരു നന്ദി നമുക്കുണ്ട്, എപ്പോഴും ദ്വാരക്കലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വിജയിച്ചവരാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ദർസിന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ സഹകരിക്കുന്നവരാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാര് അതുപോലെ ഇതിനു വേണ്ടി സഹകരിച്ച് കമ്പ്യൂട്ടറിന് വേണ്ടി നേരത്തെ തങ്ങൾ ഉസ്താദ് ദ്വാരന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, അതുപോലെ അവർക്ക് ഈ ആധുനിക യുഗത്തിൽ എന്തൊക്കെ വേണം, സുബ്ഹാനല്ലാഹ്, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അതിനനുസരിച്ച്, അതുപോലെ തന്നെ എല്ലാ ഭാഷകളും പഠിക്കണം. എല്ലാം പഠിക്കാൻ നിർവാഹമില്ല. ഇന്ന് ഗൾഫിലേക്ക് ഇംഗ്ലീഷ് പഠിച്ചാലും നിവൃത്തിയുണ്ടോ? ഇംഗ്ലീഷും ഉറുദും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാ ഭാഷയും പഠിക്കൽ അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രചോദനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് എന്ന് നവാസ് ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാരണം തങ്ങൾ ഉസ്താദിന് നാട്ടിലേക്ക് പോകാനുണ്ട്, അതുപോലെ ഒരുപാട് ദൂരത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ഇന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ സമദായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് റബ്ബേ, ദോഷികളാണ് അല്ലാഹ്. ശഅബാനിന്റെ അവസാനത്തെ സമയം ഈ ദർസിന്റെ ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്കുള്ള നേതൃത്വത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കൾ, മുതഅല്ലിമീങ്ങളെ മുൻനിർത്തി ഞങ്ങളിതാ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾക്ക് പരിശുദ്ധ റമളാനു ശരീഫിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം റമളാനു ശരീഫിൽ ഖുർആൻ ഖതം തീർക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ആരോഗ്യം ഏറ്റിത്തരണേ അല്ലാഹ്, ആരോഗ്യം ഏറ്റിത്തരണേ അല്ലാഹ്. ഈ സദസ്സിലും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഒരുപാട് ആളുകൾ ആരോഗ്യമില്ലാതെ വീടുകൾ കഴിയുന്നവരുണ്ട്. മുട്ടുവേദന, തലവേദന, നടുവേദന, നിന്ന് നിസ്കരിക്കാൻ വരെ കഴിയാത്ത വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. പൂർണ്ണമായി ശിഫാ നൽകണേ അല്ലാഹ്, ആരോഗ്യം ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള എല്ലാ തൗഫീഖും ആഫിയത്തും നീ ഏറ്റി തരണേ അല്ലാഹ്. പടച്ചവനെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളെ മക്കളെ നീ യതീമക്കളാക്കല്ലേ അല്ലാഹ്. ഏറെക്കാലം നിന്റെ പൊരുത്തത്തിലായി, ദീനീ ഖിദ്മാത്തുകളിലായി, തദ്രീസിലായി എല്ലാ നിലക്കുള്ള ആഫിയത്തും സന്തോഷവും ഹിമ്മത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അവസാനം ഞങ്ങൾ മരണപ്പെടുന്ന സമയത്തിൽ അല്ലാഹ് കാമിലായ ഈമാനോടുകൂടെ ഞങ്ങളെ നീ മൗത്താക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ നീ മൗത്താക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് സന്തോഷകരമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എന്റെ ഒന്നെ പിതാവടക്കം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ എത്രയോ പണ്ഡിതന്മാർ, ഉസ്താദുമാർ ഈ നാട്ടിൽ പടച്ചവനെ പള്ളിക്കാട്ടിൽ എത്രയോ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർ 6 അടി മണ്ണിലാണ് റബ്ബേ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.